ഹായ് ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു മോർണിംഗ് റുട്ടീനാണ് കാണിക്കണത്. മോൾക്ക് സ്കൂളിലൊരു ദിവസമാണ് കേട്ടോ. മദർസ് ലീവാണ്, ഫ്രൈഡേ കൊണ്ട് മദർസ് ലീവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണെന്ന് കാണിക്കണത് കേട്ടോ. മോളുടെ ബാഗ് ചെക്ക് ചെയ്യാണ്, ബുക്സൊക്കെ കറക്റ്റാണോ എന്നും പെൻസിലൊക്കെ ഉണ്ടോയെന്നും. അപ്പോൾ അതിനിടയ്ക്ക് വേറൊരാൾ ഇതാ കിടന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോളെ ഭയങ്കര വാശിയാട്ടി വാങ്ങിയൊരു പൂച്ചയാണ് കേട്ടോ. ലിയോ എന്നാണ് പേര്. അവനും ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. അപ്പോൾ മോളുടെ ബുക്സും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കി പണിയിലോട്ട് പോവാണ്. ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേഗം മാറ്റി വിടാൻ വേണ്ടിയിട്ട് 9 മണിയാകുമ്പോൾ ബസ് വരും, അവളെ കൊണ്ടാക്കി കൊടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഇച്ചിരി റെഡ് ഹാർട്ടായിട്ടും കമൻറ്റ് ചെയ്യണേ. പഴയ യൂണിഫോം എടുത്ത് അലക്കാനോട് പുതിയത് അയൺ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അയൺ ചെയ്തുമ്പോൾ കയറേണ്ട വെച്ചിട്ട് ലിയോനെ താഴെ ഇറക്കി വിട്ടിട്ട് പോവാം കേട്ടോ. മോൻ അംഗനവാടി പോകണ്ട, അവൻ്റെ ഡ്രസ്സ് മോളുടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ID കാർഡോ ടൈയോ അങ്ങനെ എന്തെങ്കിലും മറന്നു പോകും. രാവിലെ പുട്ടും പഴമായിരുന്നു, അപ്പോൾ അവർക്കത് വേണ്ടാണ്ട് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവിടാൻ ഞാനും മാറ്റി, ഞാനും ഡ്രസ്സ് ചെയ്ത് വേഗം മോളെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ട് പോവാണ്. 9 മണി ആവാനായി, ബസ് പോവും. അപ്പോൾ വേഗം റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. 2 മുടി കെട്ടി കൊടുക്കണം, അതൊക്കെ ഒന്ന് കെട്ടി കൊടുത്ത് സെറ്റാക്കിയിട്ട് അവരെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഷൂ ഇട്ട് കൊടുക്കുക കേട്ടോ. ഷൂ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല കൊട്ടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. വല്ല ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നല്ലോണം നോക്കി ഇട്ട് കൊടുക്കുക എല്ലാ പാരൻസും കേട്ടോ. ഇതാ അത് കഴിഞ്ഞ് അവരെ കൊണ്ടാക്കാൻ പോവാണ്. മോനൊറ്റയ്ക്ക് വലിഞ്ഞ് കയറുകയാണ് കേട്ടോ. അവർ രണ്ടാളെയും ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററാണ് നമ്മളെ മെയിൻ റൂട്ട്. ബസ് വരുന്നിടത്തേക്ക് അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അത് അവരെ അങ്ങോട്ട് ആക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി ഗേറ്റ് അടച്ച് അവരെ മേലാക്കി കൊടുത്തിട്ട് വരണം. ഗേറ്റ് അടച്ചിട്ടില്ലെങ്കിൽ നായ്ക്കളൊക്കെ ഉള്ളിൽ കയറും. അപ്പോൾ ഗേറ്റ് ഒന്ന് അടച്ചിട്ട് പോവാണ് കേട്ടോ. ഈ കാണുന്ന റോഡാണ് നമ്മൾ വരുന്ന റോഡ്. ഇത് മെയിൻ റോഡ്, അവിടെ നിന്നാണ് ബസ് വരിക കേട്ടോ. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറ സൈഡിലോട്ട് ബസ് വരിക. അപ്പോൾ അവിടെ പോയി നിൽക്കുകയാണ്. ഇതാ മോളുടെ ബസ് വരുന്നുണ്ട് കേട്ടോ. മോള് സെൻറ്റ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്, അയ്യങ്കൊല്ലി. അപ്പോൾ അവളുടെ ബസ് വന്ന് അവളെ കയറ്റി വിടാൻ നിൽക്കുകയാണ് കേട്ടോ. സലാം പറഞ്ഞ് പോവാണ് മോള്. പോകുമ്പോൾ പോയി നമ്മൾ കണ്ണ് ബസ് കാണാത്ത അത്രയും ദൂരം അവൾ ടാറ്റ കാണിച്ചിട്ടേ പോകും. ഏറ്റവും ലാസ്റ്റാണ് ഇരിക്കാവുന്ന, ലാസ്റ്റ് അറ്റം വരെ ടാറ്റ കാണിക്കും. നമ്മൾ നിന്ന് കാണിക്കണം, അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ വഴക്കായിരിക്കും കേട്ടോ. ടാറ്റ കാണിച്ച് പോവാണ്. അവളുടെയൊക്കെ ആക്കി വന്നിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. പുട്ടും പഴവും പപ്പടം കട്ടൻ ചായയാണ്. അപ്പോൾ ലിയോയും വരുന്നുണ്ട്, അവനും വേണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അവനൊക്കെ മാറ്റി ഞാൻ വേഗം ചായ കുടിച്ചിട്ട് അടുത്ത പണിയിലോട്ട് നടക്കുകയാണ്. വീടൊക്കെ ആകെ മെസ്സായിട്ട് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ഇനി ക്ലീൻ ചെയ്തെടുക്കണം. അവർ പോയ രാവിലെ ഒരു യുദ്ധക്കളമാണ് വീട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ആ പണിയിലോട്ട് ഇറങ്ങാണ് കേട്ടോ. ഫസ്റ്റ് സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങാൻ വെച്ചു. ആരെങ്കിലും പെട്ടെന്ന് വന്ന സിറ്റ് ഔട്ടല്ലേ കാണാം. അപ്പോൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ഫസ്റ്റ് ക്ലീൻ ചെയ്തിടാന്ന് വെച്ചു. നല്ല കാറ്റും, അപ്പോൾ അവിടുന്ന് വരുന്ന പൊടിയൊക്കെ ഈ ഇതിലൊക്കെ നിറച്ചുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തുടച്ചിടാണ്. പെട്ടെന്ന് ആരെങ്കിലും കയറി വന്ന സിറ്റ് ഔട്ട് ഭാഗമല്ലേ കാണാം. അപ്പോൾ അവിടെ നിന്ന് നന്നാക്കിയിടാണ് കേട്ടോ.
ഇതാ അകത്തോട്ട് വന്നിട്ടോ മക്കൾ അഴിച്ചിട്ട് പോയ ഡ്രസ്സ് ഇതൊക്കെ അങ്ങനെ അലക്കാനുള്ളൊരു ബാസ്ക്കറ്റിലോട്ട് വലിച്ചിടാണ്. നമ്മൾ ടേബിളിൻ്റെ കാലൊടിഞ്ഞപ്പോൾ ഇവിടെ സോഫ ഇട്ടിട്ടാണ് അയൺ ചെയ്യുക. അപ്പോൾ അയൺ ബോക്സൊക്കെ ഒന്നെടുത്ത് മാറ്റി വെച്ചാൽ ഒന്ന് തട്ടിക്കൂട്ടി വിരിച്ചിടുകയാണ്. എന്നിട്ട് എല്ലാം ഒന്നെടുത്ത് മാറ്റി വെച്ചിട്ട് അടിച്ച് വാരി തുടച്ചിടണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ജനലൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ജനലൊക്കെ ആകെ പൊടി കയറി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വെച്ചാൽ അവിടേക്ക് ഒന്ന് തുടച്ചിടുകയാണ്. അവിടെയൊക്കെ നല്ല പൊടിയും ഇതൊക്കെ കയറിയിട്ടുണ്ട്. ഭയങ്കര കാറ്റാണ്, അപ്പോൾ ഭയങ്കരമായിട്ട് പൊടി കയറുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിടുക കേട്ടോ. കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇത് അടിച്ചു വാരിയും കൂടി ക്ലീൻ ചെയ്തിട്ട് തുടയ്ക്കണം കേട്ടോ. ഞാൻ ഇത്രയേ ഇടുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ.